ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു ലെറ്റ്സ് പ്ലേ എപ്പിസോഡുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു അയൺ ഫാം പണിയാൻ പോവുകയാണ്. അതെ, നമ്മളൊരു അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അയൺ ഫാം തന്നെയാണ് പണിയാൻ പോകുന്നത്. നമ്മളൊരു 3 വില്ലേജറേയും അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ സോംബിയെയും വെച്ചിട്ടാണ് ഈ ഒരു അയൺ ഫാം പണിയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളേതായാലും അതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് പോവാ. ഞാൻ എന്തായാലും പോയിട്ട് അതൊന്ന് ബിൽഡ് ആയിട്ടെ. ഞാൻ ആ ഹാർഡ് കോറിൽ ഉണ്ടാക്കിയ സെയിം സാധനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വില്ലേജേഴ്സ് സത്യം പറയാമല്ലോ തീരെ പോരാ. ഇവന്മാർ പറഞ്ഞാലനുസരിക്കണില്ല. ഒന്നും അതുകൊണ്ട് ഇവിടെ ഞാൻ ആ വർക്ക് സ്റ്റേഷനൊക്കെ എടുത്ത് പൊട്ടിക്കുക അവിടെ വയ്ക്കുക തന്നെയായിരുന്നു പണി. ഇവന്മാരിത് ജോബ് എടുക്കണമുണ്ട്. എന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ കമ്പോസ്റ്റർ ഈ മണ്ടം കാണുന്നില്ല. നമുക്ക് ഈ ഇത് വെച്ചിങ്ങനെ വലിക്കാൻ പറ്റണോണ്ട് ഭയങ്കര സുഖമാണ്. ഇപ്പോൾ അതാ പോണ് എന്തോന്നാടി ഇത്. അതുകൊണ്ട് അവിടെ കയറി. അയ്യോ, ഇവന്മാരെ കൊണ്ട് കുടുങ്ങിയല്ലോ ഞാൻ. ഇവനും വലിച്ചിട്ട് ഒരുത്തം ഈ സൈഡിലോട്ട് നോക്കിയാണ്, ബാക്കിലോട്ടൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഒരുത്തം മണ്ടയ്ക്ക് നോക്കിക്കള്. ഇനി ശ്രദ്ധിച്ചോട്ടോ, അവൻ ചിലപ്പോൾ കയറി പോവായിരിക്കും. അയ്യോ സോറി ബ്രോ. അതുകൊണ്ട് ഒരുത്തം മണ്ടയ്ക്ക് കയറിയതുകൊണ്ട് പോണ് ഏറ്റവും കറക്റ്റായിട്ട് അതിന് ചെന്ന് വീണോളും, കുഴപ്പമില്ല. അതുകൊണ്ട് എടി എന്തൊരു ഓട്ടാടി. എടി മെല്ലപ്പോ എനിക്ക് പിടിക്കാൻ എളുപ്പത്തിന് പോ. നമുക്ക് തോണ്ടി ഇത് നൈസായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. നേരത്തെ കിട്ടിയ പോലെ ഒരു അടി അവൻ ചത്തു. അതുകൊണ്ട് പോണ്. എടേ പോയി. അതുകൊണ്ട് ഒറ്റ ജോബ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ചാളാനുള്ള ജോബ് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലോട്ട് ചാടി കിട്ടിയാൽ മതി. ഇനി അടുത്തവനെ കൊണ്ടുവന്ന് ഇതുപോലെ കയറ്റേണ്ടി വരും. കയറ്റേണ്ടി വന്നാൽ നമുക്കിത് വെക്കാതായിരിക്കുന്നതല്ലേ. ഫൈനലി അവനും കയറി കൈസ്. സമാധാനം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചാളാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പണിയാനൊന്നുമില്ല. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. പണിയാനില്ല എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമുക്ക് പണിയാനല്ല ഉള്ളത്, കുഴിക്കാനാണുള്ളത്. കണ്ടോ, നമുക്ക് ഇവിടെ നിന്നൊരു എത്ര ബ്ലോക്കായിരുന്നു മറന്നുപോയി. ഇവിടെ ഒരു 3x3 നമുക്ക് ഒരു കുഴി എടുക്കണം. കുറച്ച് ബ്ലോക്ക് താഴത്തോട്ട് പോയാൽ മതി. എത്രയായിരുന്നു എന്നുള്ളത് ഞാനൊന്നും നോക്കട്ടെ കേട്ടോ, മറന്നുപോയി. പിന്നെ 21 ബ്ലോക്കാണ് നമുക്ക് താഴത്തോട്ട് കുഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ബ്ലോക്ക് കുഴിച്ചു. അപ്പോൾ ഇനി ഒരു 20 ബ്ലോക്ക് താഴത്തോട്ട് നമ്മൾ കുഴിക്കണം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ബോട്ട് വെക്കാണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെയായിരുന്നു, ചാടി എങ്ങനെയൊക്കെ വെക്കണം എന്നായിരുന്നല്ലോ പറഞ്ഞത്. ഈ ബ്ലോക്ക് പൊട്ടിക്കേണ്ടി വരും. അടിപൊളി. ഇതിൻ്റെ കൊണ്ടേക്ക് കയറിയിരിക്കുന്നു കോപ്പ്. ഓക്കെ, ഇനി നമുക്ക് കൊണ്ട് ഇതിൻ്റെ കൊണ്ടേക്ക് കയറിയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചോടെ. കഴിയൂല. ഇതൊന്നും വെക്കാൻ കഴിയാത്ത ഈ ബ്ലോക്ക് ഉണ്ടായിട്ടാണ് ഇനി. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. നമുക്കിങ്ങനെ ചാടി വെച്ചോടെ. ഓക്കെ, അതങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ബോട്ടൊന്ന് നേരെ ആക്കിയിട്ടാൽ പോരെ, കുറച്ച് ബാക്കോട്ടാക്കിയിട്ടൊക്കെ. ഓക്കെ, അതങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞത്. ഇവിടെ ഈ ഒരു സംഭവം കൊണ്ട് പിന്നെ ഒരു സോംബിയെ പിടിച്ചിടാനും ഉണ്ട് കേട്ടോ. ഞാനത് മറന്നുപോയി.
ഞാൻ എന്തായാലും ഇവിടെ നിന്നൊരു 20 ബ്ലോക്കും കൂടി ഇനി താഴത്തോട്ട് കുഴിക്കട്ടെ. അത് ഫുള്ള് കുഴിക്കും ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് സാധനം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ പോയി പിന്നെയും താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലോട്ടൊരു ചെറിയ റൂം സെറ്റാക്കണം, നമ്മുടെ കളക്ഷൻ ഏരിയ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഹോപ്പറും ചെസ്റ്റും വെക്കാനുണ്ട്. അതുകൊണ്ട് ഇത് കൂടെ ഇങ്ങോട്ടാണ് വരിക. ഇവിടെ ഒരു ഹോപ്പർ വെക്കണം. ഹോപ്പർ വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെസ്റ്റ് വെക്കണം. ചെസ്റ്റ് ഓക്കെ, ഒരു ചെസ്റ്റ് നമുക്ക് കൊണ്ട് ഇങ്ങനെ വെക്കാം. ഇത് ഡബിൾ ചെസ്റ്റ് ആക്കണം കേട്ടോ. ഞാൻ തൽക്കാലത്തിന് ഒരു ചെസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. നമുക്ക് ഡബിൾ ചെസ്റ്റ് ആക്കണം. നമുക്ക് പിന്നെ ഈ അയണും മറ്റേ പോപ്പി ചെടിയും വരുമ്പോൾ എന്തെങ്കിലും ഇത് ഫുള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. താഴെ കളക്ഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു, നമ്മൾ സോംബിയെ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സോംബി കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവനെ പിടിച്ചിടാം. ഓക്കെ, ഞാൻ ഇവനെ എങ്ങനെ ഇവിടെ പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലേ. ഒരു നൈറ്റ് ഞാൻ കുറച്ചൊന്ന് ലേറ്റായി പോയി കിടക്കാൻ. അപ്പോൾ 2 സോംബീസ് വന്നു. ഞാൻ നൈസായിട്ട് കിടന്നു. രാവിലെ എണീച്ചപ്പോൾ കൊണ്ട് ഇവൻ ആർമറൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അവൻ കത്തിയില്ല. മറ്റവനാണ് എൻ്റെ കത്തിപ്പോയി. ഞാൻ അവനെ അപ്പം തന്നെ പിടിച്ചൊരു ബോട്ടിലാക്കി. അതുകൊണ്ട് നമുക്ക് അയൺ ഫാം പണിയാൻ പെട്ടെന്ന് ആളെ കിട്ടി. അതുകൊണ്ട് നൈറ്റ് നമ്മൾ പിന്നെയും പോയി സോംബി പിടിച്ചുകൊണ്ടിരണം. ഭയങ്കര ടാസ്ക്കാണ്. ഇനി നമുക്ക് അതുകൊണ്ട് ഈ ബ്ലോക്ക് അവിടെ വയ്ക്കണം. ഞാൻ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും വെച്ചപ്പോഴേ കുറേ സാധനം ചെസ്റ്റിലായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് വർക്ക് ആവേണ്ടതാണ്. ഗൈസ്, ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു. ഞാൻ ട്രാപ്പ് ഡോർ പൊട്ടിച്ചത് നൈസായിട്ടൊന്ന് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലേജേഴ്സ് മിക്കവാറും ഇപ്പോൾ താഴെ പോയി ചാവും. ഇതെന്ത് ചെയ്യും എന്നൊരു ഐഡിയ ഇല്ല. മിക്കവാറും നമ്മുടെ വില്ലേജേഴ്സ് ഇപ്പോൾ താഴെ പോവും. ഗെയിം പോസ് ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നറിയാം. എന്നാലും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണത്. ഓക്കെ, ഞാനെന്തായാലും ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഫിക്സ് ചെയ്തിട്ട് കാണിക്കാൻ. അയ്യോ, ടെൻഷനായി. ഇത്രയും നേരം പണിഞ്ഞൊക്കെ ഇപ്പോൾ വേസ്റ്റായി പോകും തോന്നുന്നു. എൻ്റെ പൊന്നോ, ഇന്ന് രാവിലെ തൊട്ടിരിക്കലാണ് ഞാൻ ഒരു അയൺ ഫാം വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോഴാണൊന്ന് റെഡി ആയത്. നൈറ്റായി ഗൈസ്, നൈറ്റ്. ഇനി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇനി എപ്പോൾ കിടന്നുറങ്ങാനാണാവോ. ഈ ഒന്നും പറയണ്ട, രാവിലെ ഞാൻ എണീച്ചപ്പോൾ തൊട്ട് മൈൻക്രാഫ്റ്റിൽ കയറിയതാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി, അയൺ ഫാം പണിയാൻ വേണ്ടി കയറിയതാണ്. സത്യം പറഞ്ഞാൽ ഇത്ര ടൈമൊന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ കാണിച്ച ചെറിയ 2-3 മണ്ടത്തരം കൊണ്ട് മാത്രം പറ്റിയതാണിത്. ഓ എൻ്റെ പൊന്നു. പിന്നെ നമ്മുടെ ഈ വില്ലേജിൽ ആകെ 3 വില്ലേജർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ നോട്ട് അപ്പുറത്തെ വില്ലേജിലൊക്കെ പോയി 2 വില്ലേജേഴ്സിനെ പിടിച്ചുകൊണ്ടെന്നാണ്. ഇനി ബ്രീഡർ ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ എന്ത് കാട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഇത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു വില്ലേജ് ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ അടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. നമ്മൾ കൊണ്ടുവരാൻ ബോട്ടിൽ വലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അയൺ സ്പോണായി, ലൈവായിട്ട് സ്പോണായി. എൻ്റെ പൊന്നോ, ഞാൻ രാവിലെ എണീച്ചപ്പോൾ തൊട്ട് മൈൻക്രാഫ്റ്റിലാണ്. രാവിലെ എണീച്ച് മൈൻക്രാഫ്റ്റിൽ കയറി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വർക്കിന് പോയി വന്ന് ഈവനിങ് പിന്നെയും കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഇതൊന്ന് റെഡിയാക്കിയത്. ഇപ്പോൾ അതുകൊണ്ട് നൈറ്റായിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എനിക്കൊന്നും പറയാനില്ല. നമ്മളേതായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതായിരിക്കും നല്ലത്. ടാറ്റ, ബൈ ബൈ.